ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ദൈവം നിങ്ങളെല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങളാണ്. വഞ്ചനപ്പെടാതിരിക്കുവിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ഇവിടെ ഒരു വിതയെക്കുറിച്ചും ഒരു കൊയ്ത്തിനെക്കുറിച്ചുമാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നാം രാത്രിയിൽ ഉറങ്ങുമ്പോൾ സാത്താൻ വന്ന് കള വിതയ്ക്കുന്നതിനെക്കുറിച്ച് കർത്താവ് ഉപമ പറഞ്ഞിട്ടുണ്ട്. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാനായിട്ട് കഴിയുകയില്ല, അത് വെറും വ്യാമോഹം മാത്രമാണെന്ന് അപ്പോസ്തലനോട് പറയുകയാണ്. ജഡത്തിൽ വിതയ്ക്കുന്നത് എന്താണ്? ജഡത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവിടെ ജഡത്തിൻ്റെ ചില പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ദുർനടപ്പ്. ദുർനടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനും കുടുംബത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത മര്യാദഘട്ട പ്രവൃത്തികളെയാണ് ദുർനടപ്പ് എന്ന് പറയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ ദുർനടപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലോ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തോ അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതിരിക്കുകയും ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെ ദുർനടപ്പ് എന്ന് പറയുന്നു. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ടുള്ള ദൈവത്തിൻ്റെ ജനമേ, നാം ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്, അന്ധകാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്. ഇരുളിൻ്റെ ലോകവുമായിട്ട് നമുക്ക് ഐക്യത്തിൽ പോകുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മളെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നാം കർത്താവിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും നാം നിൽക്കുന്ന ജോലി സ്ഥലത്തോ പ്രവർത്തന മേഖലകളിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വില കൊടുത്താണ് നിങ്ങളെ വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾ ദോഷം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നാശം കൊയ്യുമെന്ന് അവിടെ അപ്പോസ്തലൻ ലേഖനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇനി നമുക്കിതിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദാവീദിനെ പിന്തുടർന്ന സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിൻ്റെ കയ്യിൽ നിന്നും ദാവീദിനെ ദൈവം വിടുവിച്ചു. ആ വിടുവിച്ച് കഴിഞ്ഞതിന് ശേഷം ദാവീദ് പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരു സംഗീതമുണ്ട്. ആ സംഗീതത്തിൽ ദാവീദ് പറയുന്നത്, നീതി ചെയ്യുന്നവനോട് ദൈവം നീതി കാണിക്കും, ദയാലുവോട് ദൈവം ദയാലുവാണ്, നിർമ്മലനോട് ദൈവം നിർമ്മലനാണ്, നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കനാണ്, വക്രനോട് ദൈവം വക്രത കാണിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അനേക പുരാണ പുസ്തകങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട്. ആര് വക്രത കാണിക്കുന്നുവോ ആ വ്യക്തിയോട് ദൈവവും വക്രത കാണിക്കും. ദൈവം വക്ര സ്വഭാവമുള്ളവനല്ല, പക്ഷേ ദൈവത്തോട് മനുഷ്യൻ വക്രത കാണിച്ച ദൈവം അവനോടും വക്രത കാണിക്കും. ഇവിടെ അത് നമുക്ക് തിരുവെഴുത്തുകളിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ദാവീദിൻ്റെ അടുക്കൽ ശൗൽ എന്ന് പറയുന്ന രാജാവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തന്നെത്താൻ എളിയവനായിരുന്ന ശൗലിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവാക്കി തിരഞ്ഞെടുത്തു, അവനെ അഭിഷേകം ചെയ്തു. എന്നാൽ അവൻ കാണിച്ച കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്, അവൻ ദൈവ കൽപ്പന ലംഘിച്ച് യാഗം കഴിച്ചു. നമ്മൾ 1 ശമൂവേൽ 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ യാഗം കഴിക്കുവാനായിട്ട് രാജാവിനെ അവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിന് വേറെ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ദൈവകൽപ്പന ലംഘിച്ച് അവൻ അവിടെ യാഗം അർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2, അമാലേക്യരും അവരുടെ സകല സമ്പത്തിനെയും നശിപ്പിച്ച് കളയണമെന്ന് ദൈവം ഒരു കൽപ്പന കൊടുത്തു. കാരണം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് ദൈവം വിടുവിച്ച് മരുഭൂമിയിലൂടെ കൊണ്ടുവരുമ്പോൾ പിന്നാലെ നടന്ന് വളരെ ബലഹീനരും പ്രായം ചെന്നവരുമായിട്ടുള്ള ആളുകളാണല്ലോ ഒരു ജനസമൂഹത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ട് വരിക. അവരെ അമാലേക്യർ പിന്തുടർന്ന് വന്ന് ആക്രമിച്ചപ്പോൾ ദൈവം അത് മനസ്സിൽ അവിടെ കുറിച്ചിട്ടു. എന്നിട്ട് ശൗൽ രാജാവായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ അമാലേക്യൻ്റെ ഓർമ്മ കൂടി ഈ ഭൂമിയിൽ നശിപ്പിച്ച് കളയണമെന്ന് ദൈവം ശൗലിനോട് പറയുണ്ടായി. എന്നാൽ ശൗൽ എന്ത് ചെയ്യുന്നറിയാവോ? ആ അമാലേക്യരുടെ രാജാവിനെ ജീവനോടെ പിടിച്ചു. അവർ കരുത്തന്മാരായിട്ടുള്ള ആളുകളെ ജീവനോടെ പിടിച്ചു. നല്ല ആടുമാടുകളെയും മൃഗസമ്പത്തിനെല്ലാം അവൻ കൊണ്ടുവരികയും അതിനെ ജീവനോടെ നിർത്തുകയും ചെയ്തത് നമുക്ക് 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവകൽപ്പന അവൻ രണ്ടാമത് ലംഘിക്കുകയാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത് അവൻ ചെയ്ത മറ്റൊരു വലിയ പാതകം എന്ന് പറയുന്നത്, ദാവീദിനെ അപ്പവും വാളും നൽകി സഹായിച്ച എന്ന ഒറ്റ കാരണത്താൽ നോബിലെ പുരോഹിതനായിരുന്ന അഹീമേലെക്കിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 85 പുരോഹിതന്മാരെയും ഈ ശൗൽ കൂട്ടക്കൊല നടത്തി.
ദാവീദ് ഓടിപ്പോവുകയാണ്. ശൗല് തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യോനാഥാനുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് ഓടിപ്പോകുന്ന കൂട്ടത്തിൽ അവൻ അവിടെ പുരോഹിതന്റെ അടുക്കൽ ചെല്ലുകയാണ്. ആ പുരോഹിതന്മാർക്ക് അറിയില്ല ഇവര് തന്നെ ഈ ദാവീദിനെ പിന്തുടർന്ന് ശൗല് വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ശൗലും ദാവീദും തമ്മിൽ ശത്രുതയിലാണെന്നോ പുരോഹിതന് അറിയില്ല. അവൻ ചോദിച്ചു, ഞാൻ രാജാവ് ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞതിനെ ഏൽപ്പിച്ചു, ഞാൻ വാളെടുത്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു, നീ മറ്റേ കൊന്ന മറ്റേ ഗോലിയാത്തിന്റെ വാളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്ക് കാഴ്ചയപ്പവും മറ്റേ വാളും കൊടുത്തു വിടുകയാണ്. ആ പുരോഹിതന്മാർ ഇതിനകത്ത് അനീതിയും കാണിച്ചിട്ടില്ല. എന്നാൽ ഇത് അവിടെ ഉണ്ടായിരുന്ന ജയിലിൽ കടന്നിരുന്ന ഒരുത്തിന് ഇത് കാണുകയും അത് ശൗൽ രാജാവിനെ അറിയിക്കുകയും അങ്ങനെ ആ അഹിമേലെക്ക് പുരോഹിതനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 85 പുരോഹിതന്മാരെയും ഇവൻ കൊന്നുകളഞ്ഞു. ഈ ശൗല് കൊന്നുകളഞ്ഞു. അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ പുരുഷന്മാരുടെ, അവരുടെ ആടുമാടുകളെ, സമ്പത്തിനെ എല്ലാം നശിപ്പിച്ചു കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും 1 ശമൂവേൽ 22 അധ്യായത്തിൽ. ഇനി 4, ദാവീദിനോടുള്ള അസൂയ നിമിത്തം അവൻ തൻ്റെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരന്തരം ദാവീദിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. രാജക്ഷേമത്തിലോ രാജഭരണത്തിലോ ജനങ്ങളുടെ നന്മയ്ക്കോ വേണ്ടി പ്രവർത്തിക്കേണ്ട രാജാവ് ഒരു വ്യക്തിയെ പിന്തുടർന്ന് ഓടി നടക്കുന്ന നിമിത്തം രാജ്യത്തിന് ഒത്തിരി ദോഷങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നിരന്തരം ദാവീദിനെ വേട്ടയാടുവാനായിട്ട് ശൗൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് രാജഭരണത്തിൽ അവൻ്റെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒക്കെ ചെയ്ത നിമിത്തം ദൈവം അവനിൽ നിന്ന് അകന്നു പോയി എന്ന് അവന് മനസ്സിലായി. ഇവൻ ഈ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരു അരുളപ്പാട് ലഭിക്കാതായി, ദൈവത്തിൻ്റെ ഒരു ആലോചന ലഭിക്കാതായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ അടുത്തതായിട്ട് ചെയ്തതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റെന്ന് പറയുന്നത്, അവൻ മന്ത്രവാദിയുടെ അടുക്കൽ പോയി അവൻ ആലോചന ചോദിക്കാൻ തക്കവണ്ണം ഇടയായിട്ടത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോകുന്നതാണ് ആലോചന ചോദിക്കുവാനായിട്ട്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മന്ത്രവാദികളെ, ക്ഷുദ്രക്കാരത്തികളുടെ അടുക്കലേക്ക് പോവുക എന്ന് പറയുന്നത്. ശൗല് അതും പോയി ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ശൗൽ, ഒരു രാജാവായിരുന്ന ശൗൽ തൻ്റെ ജഡത്തിൽ നന്നായിട്ട് വിതച്ചു. ജഡത്തിൽ നന്നായിട്ട് ശൗല് കൊയ്യുകയും ചെയ്തു. ജഡത്തിൽ വിതയ്ക്കാന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി, നാം വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണെന്നുള്ള ചിന്താഗതികളിൽ നിന്ന് മാറി നാം ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ, അന്യായമായ കാര്യങ്ങൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ, അതുപോലെ സമൂഹത്തിലും നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിലും നാം ചെയ്യുന്ന അന്യായ പ്രവൃത്തികളെല്ലാം ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം അതിന് മറുപടി കൊടുക്കുന്നവനാണ്. ദൈവം ഒരിക്കലും അത് വിട്ടുകളയുകയില്ല. ഇനി എന്തൊക്കെയാണ് ശൗലിന് വന്ന് ഭവിച്ച കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 1, ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. രാജാവിൻ എന്നുള്ള പദവിയിൽ നിന്ന് അവന് കിട്ടേണ്ടതായിരുന്നു, അവൻ്റെ തലമുറകളിലേക്ക് മാറി വരേണ്ടതായിരുന്നു. എന്നാൽ ഇവൻ്റെ ഈ പ്രവൃത്തി കാരണം ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ഞാൻ ശൗലിനെ രാജസ്ഥാനത്ത് നിൽക്കാൻ പോവുകയാണ്, പകരം ഞാൻ ഇശായിയുടെ മകനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശൗലിനെ രാജസ്ഥാനത്ത് നീക്കുവാൻ തക്കവണ്ണം. 2, ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനെ വിട്ടുമാറുകയും ഒരു ദുരാത്മാവ് അവനെ ബാധിക്കുകയും ചെയ്തു. ജഡത്തിൽ വിതച്ചാൽ കൊയ്യുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൽ നിന്ന് അകന്നു മാറി ദൈവത്തെ പരിഹസിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം വിട്ടുമാറും, പിന്നെ ഒരു ദുരാത്മാവ് വന്ന് കയറും. 3, സ്വന്തം മകനായ യോനാഥാനെയും മകളായ മീഖളയും സംശയത്തോടെ നോക്കും വിധത്തിൽ അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അവർ പോലും തനിക്ക് ശത്രുക്കളാണെന്ന് നിരൂപിച്ചുകൊണ്ട് അവൻ്റെ സമാധാനം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. 2, ജനങ്ങൾക്ക് ശൗലിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പടയാളികൾക്ക് പോലും. ഈ നോബിലെ പുരോഹിതന്മാരെ കൊല്ലുവാനായിട്ട് രാജാവ് കൽപ്പന കൊടുത്തിട്ടും ദൈവത്തെ ഭയന്നുകൊണ്ട് പടയാളികൾ അതിന് മുതിർന്നില്ല. എന്നാൽ ആ ദോവേഗ് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ് അവരെ കൊന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 5ാമത് സംഭവിച്ച കാര്യം, ഫെലിസ്തരുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുകയും വീരന്മാരായ ശൗലിൻ്റെ 3 മക്കളും കൊല്ലപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്തു. ഇനി ശൗലിൻ്റെ മരണമെന്ന് പറയുന്നത് വളരെ അപമാനകരമായ അന്ത്യമായിരുന്നു. അതൊരു ആത്മഹത്യയായിരുന്നു. അതുകൂടാണ്ട് ശത്രുക്കൾ ശൗലിൻ്റെ തല വെട്ടിയെടുത്ത് അനാദരിക്കുകയും അതിൻ്റെ ഉടൽ ബേത്ത്ശാൻ കോട്ടമതിലിൽ തറയ്ക്കുകയും ചെയ്തു. നോക്കണേ, നാം ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യുമെന്ന തിരുവെഴുത്തിന് യാതൊരു മാറ്റവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആയതുകൊണ്ട് നമുക്ക് തെറ്റുകൾ പറ്റിയേക്കാം. എന്നാൽ നാം മാനസാന്തരപ്പെടുകയും നാം ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, സ്വർഗരാജ്യത്തിൻ്റെ അംബാസഡർമാരാണ്, നാം വിളിക്കപ്പെട്ടവരാണ്. ദൈവം ഈ തലമുറയിൽ, ഈ ദുഷ്ട തലമുറയിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ, ആമീൻ.